ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിൻഹാസ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള മിനിയേച്ചർ ലോക്കർ ഉണ്ടാക്കാനാണ്. അപ്പോൾ ആദ്യം ആവശ്യമുള്ളത് ഒരു കാർഡ്ബോർഡ്, വലിയ കാർഡ്ബോർഡ് പീസ്, പിന്നെ ബ്ലേഡ്, പിന്നെ പേന, വലിയ സ്കെയിൽ. ഞാൻ വലുതെടുത്തുക്കണത് ഇത് 61-ൻ്റെ, ഇത് 15-ൻ്റെ ചെറുത്. ഞാൻ ചെറുത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. പിന്നെ പശായി ഉപയോഗിക്കണത് നമ്മളെ ഗ്ലൂ ഗണ്ണ്, ഇത് ഗ്ലൂ സ്റ്റിക്ക് ഗണ്ണ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ ഓഫാക്കിയിട്ട് ഇപ്പോൾ ഓഫാക്കിയിട്ടുള്ളൂ. നേരെ ഇവിടേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്താണ് ഒരു ഭാഗം ഇങ്ങനെ ഇവിടേക്ക് നീളത്തിൽ നമ്മൾ 18 സെൻറ്റിമീറ്റർ ഇട്ടിട്ടുണ്ട്. ഇതാ നീളത്തിൽ ഇപ്പോൾ 18 സെൻറ്റിമീറ്റർ എഴുതിയിരിക്കണം ഇവിടെ. പിന്നെ വീതിക്ക് നമ്മൾ 13 cm ആണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ 18, 13. പിന്നെ ഇപ്പുറത്ത് പോയിട്ട് ഈ സൈഡിലും 18 ഇട്ടിട്ടുണ്ട്. 18 ഇട്ടിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അവിടുന്ന് നേരെ നെറുകെ വരച്ചിരിക്കുകയാണ്. ആ രണ്ട് പോയിന്റിലും വെച്ചിട്ട് നെറുകെ വരച്ചിരിക്കുകയാണ്. എന്നിട്ട് അതേപോലെ ഇവിടെ 13 ഇട്ടിട്ട് ഇവിടെയും 13 ഇട്ടിട്ട് ഒപ്പം ചെയ്തിരിക്കുക കേട്ടോ ഗൈസ്. നമ്മളൊന്ന് കാണിച്ചു തരാം. 13 നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ 0 വെച്ച് ഇവിടെ 13, അതേപോലെ ഇവിടെ 0 വെച്ച് ഇവിടെ 13. ഓക്കെ, കറക്റ്റായിട്ടാണ് 13 ഇട്ടിരിക്കണേ. അതേപോലെ ഇതേപോലത്തെ ഒരു 4 പീസ് നമുക്ക് ആവശ്യമുണ്ട്. 4 പീസില്ല, 13-ൻ്റെ 2 പീസും ആദ്യം ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് 13-ൻ്റെ ഒരെണ്ണം കൂടി എടുക്കാം. അപ്പോൾ നേരെ 13 എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ചിരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ 0 ഇട്ടിക്കണ്. ഇവിടെ ഈ പേന ഇതെടുത്തിട്ട് 13 കണ്ടിട്ടോ, 13 ഇട്ടിക്കണ് മാർക്ക് ചെയ്ത്. അതേപോലെ ഇവിടേക്ക് കയറിയിട്ട് 0 ഇട്ടിക്കണ്. 0-ന്ന് 13-ക്ക് മാർക്ക് ചെയ്തിരിക്കണം. ഓക്കെ, 13-ക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് 13 ഇവിടുന്ന്. അപ്പം നമുക്ക് ഇതൊന്ന് വരച്ചെടുക്കാം. നേരെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ 2 എണ്ണം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 എണ്ണം കട്ട് ചെയ്യുന്നതിന് മുമ്പേ ഇനി 12-ക്ക് ഒരു പീസ് വേണം. ഇങ്ങനെ 10 എടുക്കണം. ഈ സൈഡ് 10 എടുക്കണം. ഇത് 2 13 എടുത്താൽ ഇവിടെ 10 എടുക്കുക. നീളമൊക്കെ അതേ ടൈപ്പ് തന്നെ 10 ഇവിടെ എടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ 10 എടുക്കുകയാണ്. അപ്പോൾ ചെറിയ സ്കെയിലാണ് ഇതിന് ബെറ്റർ. അതുകൊണ്ടാണ് ചെറിയ സ്കെയിൽ ഇവിടെ എടുത്ത് വെച്ചിരിക്കണത്. നമ്മൾ 10 എടുത്ത് വെക്കുകയാണ്. ഇവിടെ 10 ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഈ പോയിന്റിൽ 10 വെച്ചതിന് ശേഷം 0 മാർക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് വലുതോണ്ടൊന്ന് കോരി കൊടുക്കാം. നമ്മൾ വരച്ച് കോരി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇനി ഇവിടെ ഇടാൻ സ്ഥലമില്ല. അപ്പം ഇനി ഇവിടെ ഈ ഭാഗത്ത് വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് വേണ്ട വിചാരിച്ചിരിക്കുന്നത്. അത് മാറ്റിയിട്ട് നമുക്ക് വേറൊരു പീസ് ഇവിടെ എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് 13 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ വീതിയും 18 സെൻറ്റിമീറ്റർ നീളവും ഉള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ അതൊന്ന് വരച്ചെടുക്കാം. ആദ്യം 18 ഈ സൈഡ് 18 എടുക്കുക. ഇവിടെ ചതഞ്ഞ പോലെ ഉണ്ട്, അതൊന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ആദ്യം ഇത്ര ഈ സ്കെയിലിൻ്റെ വീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. സ്കെയിലിൻ്റെ വീതി എടുക്കേണ്ട വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ വെറുതെ അത്ര കളയണ്ടല്ലോ വെച്ചിട്ട് നമ്മളൊന്ന് അളവുണ്ട്, അളക്കുന്നുണ്ട് ഗൈസ്. 0 വെച്ചിട്ട് ഒരു 2 സെൻറ്റിമീറ്റർ എടുക്കുന്നുണ്ട്. ഇവിടുന്ന് അവിടുന്ന് 2 സെൻറ്റിമീറ്റർ ഇവിടുന്ന്. അപ്പോൾ 3 സെൻറ്റിമീറ്റർ ആവും. അങ്ങനെ ഗൈസ് നമ്മൾ 2 സെൻറ്റിമീറ്റർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഇത് മുറിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് ഇത് ഒരു പ്രാവശ്യം മുറിച്ചിട്ടുണ്ട്. കാരണം ഈ സൈഡ് മുറിഞ്ഞ് ഇവിടെ അടിയിലൊരു കട്ട ഉണ്ട്. അത് മുറിയാൻ വേണ്ടി ഒന്നും കൂടി ഒന്ന് ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇങ്ങനെ മുറിക്കുക. അപ്പോൾ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മളൊന്ന് 18 സെൻറ്റിമീറ്റർ എടുക്കാൻ പോകണം ഗൈസ്. 18 സെൻറ്റിമീറ്റർ. രാവിലെ ആയതുകൊണ്ടാണ് ലൈറ്റ് ഒന്നും ഇടാത്തത്. നമ്മൾ ഇവിടുന്ന് ഒരു 18 എടുത്തിട്ടുണ്ട്. അതായത് ഇപ്പുറത്ത് ഒരു 18 എടുക്കണം. ഇവിടെ ഈ സൈഡിൽ 18 മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ സൈഡും 18 എടുത്ത് ഫുൾ വീഡിയോ ആണ്. ഇന്നിതാ
ഈ 18 നേരെ നറുകൊന്ന് വരച്ച് നോക്ക്. ഇളന്ന സൈഡ് ഫുള്ള് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് 12 വേണ്ടിയത്, അല്ല 10 വേണ്ടിയത്. സോറി, തെറ്റിപ്പോയതാട്ടോ. 10 സൗണ്ടൊക്കെ ആകെ പോയിക്കണം. പത്തെടുത്തുണ്ട്, രണ്ടും 10 എടുത്തിട്ടുണ്ട്. ഒന്നും കൂടി വലുതുകൊണ്ട് കാണുന്നില്ല കേക്ക്. അപ്പം നമുക്കൊന്നും കൂടി ചെറുതുകൊണ്ട് എടുത്തോ. കറക്റ്റ് തന്നെ, നമുക്ക് കാണാത്തതിൻ്റെ പ്രശ്നമല്ലേ, നമ്മൾ നോക്കാത്തതിൻ്റെ പ്രശ്നം ഗൈസ്. നമുക്കൊന്ന് കറക്റ്റ് അളവെടുത്തിട്ട് ഒന്ന് ഇട്ട് വെക്കാം. ഇപ്പുറത്ത് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം, ഇതും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലേഡ് ഇത്ര ഒന്നും എടുക്കരുത് ഗൈസ്. ഇത്ര ഇതിൻ്റെ വീതി അനുസരിച്ചിട്ട് കുറച്ചെടുക്കും. ഇപ്പോൾ ഇത്ര വീതിയുള്ള ഇതാണ്, അപ്പോൾ ഞാൻ അത്ര എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അടിയത്തെ കാർഡ്ബോർഡ് നീക്കിയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. കാരണം ഈ അടിയത്തെ കാർഡ്ബോർഡിന്മേൽ ആ വര വെക്കണ്ട വെച്ചിട്ടാണ് നമ്മൾ നീക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നേരെ ഇതൊന്ന് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ നല്ല കറക്റ്റാ നേരെ തന്നെ വെക്കണേ, മാറിപ്പോണ്ട വെച്ചിട്ടാണ് ഞങ്ങളിതാ എടുക്കുക. ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് ഗൈസ്. ഞാൻ കട്ട് ചെയ്തതിൻ്റെ മേലെ കൂടെ നമ്മൾ ഒന്നുകൂടി കട്ട് ചെയ്തു. അത് എന്നാലും അടി മുറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ്. ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്യുക. അതിന് വേണ്ടി ചെറിയ ബ്ലേഡ് എടുത്തുക്കണം, അല്ല ചെറിയ സ്കെയിലാണ് എടുത്തുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാണ് ഗൈസ്. നമുക്ക് 50 സബ്സ്ക്രൈബ് അടിക്കാൻ ഇനിയും കുറച്ചും കൂടി 29 കൂടി വേണ്ടിയുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എന്നാലേ നമുക്ക് ലൈവ് വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. ദിവസം ഒരു 30 വീഡിയോ ഇടണം എൻ്റെ ഒരു ഇതിൽ. പക്ഷെ അതിനുള്ള ലൈവിൻ്റെ കാര്യങ്ങളൊന്നും നമ്മുടെ അടുത്തില്ല ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഇതൊക്കെ സെറ്റാക്കുന്നുണ്ട്. ഈ മൈക്കൊക്കെ പുതിയ വാങ്ങിയതാണ്. ഞാൻ അൺബോക്സിങ് വീഡിയോ ഇറക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അതേപോലെ ഈ സ്പീക്കറിൻ്റെ മൈക്ക് ഇപ്പോൾ റിട്ടേൺ ചെയ്യാൻ കൊടുത്തിരിക്കുന്നു ഗൈസ്. അത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പണി പാളി. അപ്പോൾ അത് ഇതിന് പീസ് എടുത്തിട്ടുണ്ട്. ഈ പീസ് മാറ്റിയൊക്കെ ഇവിടെ. ഇന്നടുത്തത് ഈ പീസ് എടുത്തിട്ട് ഇവിടെ വെക്കാം. ഇന്നത്തതായ ആവശ്യം ഈ പീസുകളൊക്കെ മുറിച്ചെടുക്കുക. അപ്പോൾ അതാ ഗൈസ്, നമ്മൾ ആദ്യം ഒന്ന് എല്ലാം ഒന്ന് കറക്റ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റാക്കി വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഇപ്പോൾ ഗൈസ് നമ്മളൊന്ന് ഇവിടെ ഒന്ന് ഒരു പ്രാവശ്യം മാർക്ക് ചെയ്തിട്ടുണ്ട്. അടിയിലേക്ക് എത്തിയിട്ടില്ല, എങ്കിലും ഞാൻ മേലെ തന്നെ അത് കോറിയിട്ടുള്ളൂ. അടുത്തത് കുറച്ചൊന്നും കോറിയിട്ടുണ്ട്. ക്യാമറമാനും അന്യയും കൂടി വമ്പ തല്ലാണ്. ഇതാണ് ഗൈസ്, ക്യാമറ ഒക്കെ ഇടക്കിടക്ക് ചെരിയണം. നമ്മളിപ്പോൾ ഈ സ്കെയിൽ മാറ്റിയിട്ട് ഈ കോരയുമ്പോൾ കൂടെ ഒന്നും കൂടി കോറാൻ പോവാണ്. ഇതാ ഇതിമോളൊന്നും കൂടി കോറി, അടുത്തേമ ഒന്നും കൂടി കോറി. അടി വീണുണ്ടാവട്ടെ ഗൈസ്. അടിയിലൊക്കെ അവിടെ വരൊക്കെ കീറിയ വന്നിട്ടുണ്ട്. നമ്മൾ മറ്റേ മാറ്റ് വാങ്ങും ഗൈസ്. അതും കൂടി കഴിഞ്ഞാൽ അതാ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഒന്നുകൂടിയൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. സെറ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് നീളത്തിലാണ് മുറിച്ച് കൊടുക്കുക. അപ്പം ഈ വരയെ തന്നെ വെച്ചിട്ടുണ്ട്. വര കറക്റ്റാക്കി നമ്മൾ അതിനാണ് കറക്റ്റാക്കിയിട്ട് നമ്മൾ വരച്ചിരിക്കുന്നത്. കണ്ടില്ല, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വര കറക്റ്റായി വെച്ചിട്ടുണ്ട്. ബുള്ളറ്റ് പോണ പോലെ പോണത്. നമ്മളൊന്നും കൂടി ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഇത്
ഈ സൈഡ് വന്നിട്ടുണ്ടാവും ഞാൻ വിചാരിച്ച്. കുറച്ച് ഒരെണ്ണം കൂടി വരാണ്ട് ഗൈസ്. 13-ൻ്റെ ഒരെണ്ണം വരാം. ഒന്ന് സെറ്റാക്കണം. അപ്പോൾ നമ്മൾ അതൊന്ന് മുറിക്കാം. ഇപ്പോൾ മുറിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം മുറിച്ച് കിട്ടാൻ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. ഇനി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നെറുകൊന്ന് എല്ലാത്തിൻ്റെയും വരച്ചു കൊടുക്കുകയാണ്. തറ്റത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങുക. ഇത് ഇങ്ങനെ വെച്ചിട്ട് ഈ 2 പോകുന്നു ഗൈസ്. ഇതാണ് 13-ൻ്റെ 2. ഇത് 10-ൻ്റെ ആണ്. ഈ സൈഡ് കുറച്ച് പോവാണ്ട് ഗൈസ്. ഇത് നമ്മൾ ഒന്ന് ഇതാക്കി എടുക്കണം. അപ്പോൾ അപ്പത്തിന് ഒന്ന് മുറിച്ച് എടുക്കാം. അപ്പോൾ അത് ഗൈസ് 10-ൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 10-ൻ്റെ ആയി, 2 11-ൻ്റെ ആയി. അപ്പോൾ നമുക്ക് ഒരു 10-ൻ്റെ ഡോറാക്കിയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഒരു 10 നമ്മൾ ഡോറാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൽ ഈ 13-ൻ്റെ എടുത്തിട്ട് ഇതിങ്ങനെയാണ് വെക്കുക. ഇതാ ഞാനൊരു ആക്ഷൻ കാണിച്ചു തരാം. ഇങ്ങനെ ഉണ്ടാവുക. ഇത് 2 10-ൻ്റെ ഇതാണ് ഡോറ്. ഈ 13 ഗൈസ് ഡോറ്. ലോക്കറിൻ്റെ ഡോറായിട്ട് 13 ഇപ്പോൾ ഗൈസ് ഇനി ചെയ്യേണ്ടത് ഈ 2 10-ൻ്റെ ഇതുണ്ടല്ലോ, ഇത് നമ്മളൊന്ന് ചെരിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടും ചെരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഓരോന്നിലും ഓരോ ടൈപ്പ് മാർക്ക് ചെയ്യാൻ പോകണം. ലോക്കറൊക്കെ സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഇനി ഇതിൽ ചെയ്യേണ്ടത് നോക്കാം ഗൈസ്. ഇനി ചെയ്യാനുള്ളത് നമുക്ക് അടി കട്ട് ചെയ്തെടുക്കണം. അടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിൽ 13-ഉം 10-ഉം വേണ്ടിയത്. 2 സൈഡ് 13-ഉം ഒരു സൈഡ് 10, 2 സൈഡ് 10 അങ്ങനെ വേണ്ടിയത്. അപ്പോൾ ആദ്യം ഇതിലാണ് കട്ട് ചെയ്യണത്. 13-ന് 2 എടുക്കാം ആദ്യം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ സ്കെയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇനി ഇത് മാർക്ക് ചെയ്തിട്ട് കാണാം ഷോർട്ട്. അപ്പോൾ നമ്മൾ ഗൈസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യാം. ഇത് കിട്ടിക്കണ 13 നീളം, വീതി 10-ആണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കാണാം. ആദ്യം നമ്മളിങ്ങനെ നറുകയാണ് മറക്കണത്. ഇങ്ങനെ നറുകെ നമ്മളൊന്ന് ഒറ്റ വര ഇട്ടിക്കണ്. എല്ലാത്തിൻ്റെ ഒറ്റ വര ഇട്ടിട്ട് ബാക്കി ചെയ്യാച്ചിട്ടാണ്. അപ്പോൾ ഒറ്റ വര ഇട്ടിക്കണ്. ഇങ്ങനെ ഒരൊറ്റ വര ഇടണം. അവിടുന്ന് ഇങ്ങനെ ഒരൊറ്റ വര ഇടണം. അവിടുന്ന് അങ്ങനെ ഒരൊറ്റ വിടണം. അങ്ങനെ എന്തൊക്കെ ഒറ്റ വര ഗൈസ്. അപ്പുറത്ത് ഒറ്റ വര ഇടണം. ഇപ്പുറത്ത് ഒറ്റ വര ഇടണം. ഗൈസ് അങ്ങനെതാ ഫുൾ ഒറ്റ വരയാണ്. ഷീറ്റൊക്കെ മുറിഞ്ഞു പോയി ഗൈസ്. ഭയങ്കര വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഗൈസ് അപ്പം ഇത് ഗൈസ് മുറിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇതാ 2 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡയഗ്രാം കാണിച്ചു തരാൻ പോകുന്നു. ഇത് മേരക്കുള്ള പീസാണ്. അടിക്കുള്ളത് തിരിച്ചുവെച്ചിട്ട് ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കുക. ഈ ഇടയിൽ ഈ ഗ്യാപ്പ് ഫില്ലാകാൻ വേണ്ടിയിട്ട് ആദ്യം ഇവിടെ ചെറുതായിട്ട് ഗ്ലൂ വെച്ചിട്ട് ഇവിടെ ഒട്ടിക്കും. അത് നിന്നതിന് ശേഷം നമ്മൾ ഈ ഗ്യാപ്പ് ഫുള്ള് ഫില്ല് ചെയ്യും. എന്നിട്ട് നമ്മളൊരു പാൻ ഐസ്ക്രീം സ്റ്റിക്ക് അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യും. അത് ചെയ്യാൻ പോണത്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് ചൂടായി വരുന്നതേ ഉള്ളൂ. അത് ചൂടായി വന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതാ നമ്മളിത് ഒട്ടിക്കാൻ പോവുകയാണ്. ഗ്ലൂ ഗണ്ണൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്നും അവിടെ പശ തേച്ച് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അതിന് മേലെക്കൂടെ ഞാൻ ചെറുതായിട്ട് തേച്ചിട്ടുണ്ട്. കാണുന്നുണ്ടായിരിക്കും. ഇതൊന്ന് അമർത്തി കൊടുക്കുക. ഇനി ഇത് അമർത്തി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ട്. അതുള്ളവരെടുക്കുക. ഞാൻ ഇതാ ഫുള്ള് ഇവിടെ തേച്ചിട്ടുണ്ട്. ഇതാ ഐസ്ക്രീം സ്റ്റിക്ക് കണ്ടില്ലേ. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക ഗൈസ്. പരത്തി കൊടുക്കുക. അങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട്.
ഞാൻ ചൂടായി ഉണങ്ങുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ഗൈസ് ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് അടുത്ത പീസ് ഒട്ടിക്കാം. അടുത്ത പീസ് ഇങ്ങനെയാണ് ഒട്ടിക്കണത്. അപ്പോൾ നമുക്ക് ഒട്ടിച്ചിട്ട് കാണാം. ആദ്യം നമ്മൾ ചെറുതായിട്ട് ഇവിടെ ചെറുതായിട്ട് വെച്ചാൽ മതി, കൂടുതലൊന്നും തേക്കരുത്. പിന്നെ മറ്റേ തേക്കാനുള്ള കാരണമാണ് കുറച്ച് വെച്ചാൽ എന്തെന്ന് ഒട്ടിച്ചെടുക്കുക. എല്ലാം ഒട്ടിച്ചെടുക്കുക എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് വെക്കുക. അതിന് ശേഷം ഇതാ സ്റ്റാൻഡൊന്ന് മടക്കിയിട്ടുണ്ട്. ഇതേപോലെ എത്തിയ ശേഷം ഇവിടെ അങ്ങനെ തേച്ചെടുക്കുക. സ്റ്റാൻഡ് ഇട്ടെടുക്കുക, വെക്കുക. നമ്മളതൊന്ന് കളഞ്ഞെടുക്കുക. ഇതൊന്ന് ഇങ്ങനെ വെക്കുക. നമ്മൾ സ്റ്റിക്ക് ഇതെടുക്കുക. അപ്പോൾ ഗൈസ് ഇനി ഇത് ഒട്ടിയിട്ട് കാണാം. അപ്പോൾ അതാ ഗൈസ് നമ്മൾ മറ്റേ 2 ഒട്ടിച്ച് ഇപ്പുറത്തെ സൈഡിൽ ഒട്ടിച്ച്. പിന്നെ ഇവിടെ ഗൈസ് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. കണ്ട ഉള്ളിലും അതേപോലെ തന്നെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ വെളിച്ചം കാണാതെ ആ ഗ്ലൂവിൻ്റെ ഇതുകൊണ്ടാണ്. ഇവിടെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് മേലെയും കൂടി ഒന്ന് വെക്കാണ്ട് ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ വെക്കുന്നത്. ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടി വരുമോ എന്ന് സംശയം. ഇങ്ങനെ വെക്കും. ഇവിടെ ഗൈസ് ഇതാ ഇത് ഇവിടെ ഫില്ല് ചെയ്യും. അങ്ങനെയാണ് ഗൈസ്. അതിന് ശേഷം ഇതാണ് ഗൈസ് ഡോർ. ഇതാണ് അതിന് ശേഷമുള്ള ഡോറ്. ഇത് നമ്മളൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് ഉള്ളിലേക്കുള്ള ടൈപ്പാക്കും. ഉള്ളിലേക്ക് വെക്കാനുള്ള ടൈപ്പ് ആക്കും. അപ്പോൾ ഇതാ ഗൈസ് ഇങ്ങനെ ഇതിപ്പോൾ കുറച്ച് ചെറുത് മുറിക്കാണ്ട്. അപ്പോൾ ഇത് മുറിച്ചിട്ട് കാണാം. അവരെ സൈഡൊക്കെ ഒന്ന് ഉണങ്ങിക്കോട്ടെ. അപ്പോൾ നമുക്ക് നേരെ മുറിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ സ്കെയിൽ എടുത്തിട്ടുണ്ട്. സ്കെയിൽ ഇതാ എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ മറിച്ചിടുക. ചെറുതായിട്ടൊന്ന് അളവെടുക്കുക. ഒരേ സൈഡ് വേണ്ട, ഒരു ഇതാകണം. ഇതാ എടുത്തിട്ടുണ്ട്. ഇതിമ കൂടെ ചെറിയ സ്കെയിൽ വെക്കുക. ഇതാ ഗൈസ് സ്കെയിലാണ് കേട്ടോ മുറിയണത്. ഇതാ മുറിഞ്ഞ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗം ഒരു സൈഡ് ഇതാക്കിയിട്ട് കൂടി അത് മുറിക്കണം. അപ്പോൾ ഒന്നും കൂടി മുറിക്കുന്നുണ്ട്. ഇത് ഗൈസ് ഇതാ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കയറുമെന്ന് ടെസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്തേക്കാം. കുഴപ്പമില്ല, സീനാണ്, അടിപൊളിയാണ്. ഉള്ളിൽ കൂടെ ഒക്കെ കയറണമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതൊക്കെ ഫിനിഷ് ചെയ്തെടുക്കണം. അതിന് മുമ്പ് മേലത്തെ കൂടി ഒന്ന് ഒട്ടിക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതാ മേലത്തെ ഇതാ ആദ്യം ഫുൾ ബാക്കായിട്ട് ഒട്ടിക്കുക. അതൊന്ന് ഓണാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഓഫിലാണ് എടുക്കണത്. ഇതാണ് അടിയില്ലേ ഇവിടെ ആക്കിയിട്ടുണ്ട്. ക്യാമറമാൻ്റെ കീഴിലൊക്കെ പോയിട്ടാണ് നിൽക്കുന്നത്. ക്യാമറാമാൻ്റെ പേര് ലാസ്റ്റ് നമ്മൾ പറയുന്നതായിരിക്കും. ഏറ്റവും കൂടുതലും പേര് പറഞ്ഞുള്ള ഈ ക്യാമറാമാനെ തന്നെയുണ്ട്. നിങ്ങൾ തന്നെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ തന്നെ കാണിച്ചു തരാം. ഇതൊന്ന് ഒട്ടിക്കുകയാണ് ഫുള്ള്. എന്താ ഉള്ളിൽ നല്ലാണ്ട് ഗ്ലൂ എത്ര തേക്കാൻ പറ്റുമോ അത്രയും തേക്കുന്നുണ്ട് ഗൈസ്. കാരണം അത്ര ഫിറ്റിൽ നമുക്ക് നിർത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തേക്കുന്നത്, വേറെ ഒന്നും കൊണ്ടില്ല. അല്ല കായ ഉണ്ടായിട്ടൊന്നും അങ്ങനെ. എൻ്റെ ബാക്ക് ഇതാ ഫില്ലപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബാക്ക് ഇതാ ഫില്ലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്ലൂ തീർന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഗ്ലൂ എടുക്കാം. അപ്പോൾ നമ്മളെ കയ്യിൽ അടുത്ത ഗ്ലൂ എത്തിയിട്ടുണ്ട്. ഈ ഗ്ലൂവിൻ്റെ നീളം ഞാൻ ചെറുതായിട്ടൊന്ന് മെഷർ ചെയ്ത് കാണിച്ചു. ഇത്
9mm ഗ്ലൂ സ്റ്റിക്കാണ്. നമുക്ക് ഫുൾ സൈഡൊന്ന് ഫുള്ള് ബാക്ക് കവർ ചെയ്യാം. നമുക്ക് ഒന്നും കൂടി എൻ്റെ മേലെ കുറേ ചെറുതായിട്ട് തുള്ളി കൊടുക്കുക. കാരണം നമ്മൾ പരത്തുമ്പോൾ ഇതാവാൻ വേണ്ടിയിട്ടാണ്. പ്ലസ് ഐസ്ക്രീം സ്റ്റിക്ക് ഇതാണ്. നമ്മളൊന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുക. മേലക്കൂടെ പിഞ്ഞും ഇങ്ങനെ പരത്തിക്കൊണ്ടേയിരിക്കുക. അപ്പോഴാണ് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പരത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സാൻഡ് പേപ്പർ ഉണ്ട്. സാൻഡ് പേപ്പർ കാണിച്ചു തരാം. പലരും കൂടുതൽ കാണാതിരുന്ന സാധനമാണ്. ഇതിനും ഇവിടെ വെച്ചുണ്ടായിരുന്നു. ഇതൊരു കുറഞ്ഞതാണ്. ഇതൊരെ കുറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കത്രിക എടുക്കാം. കത്രിക കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ സ്ലീവ് കൊണ്ട് ഉണ്ടാക്കിയ കവറാട്ടെ. നമ്മൾ ചെറിയൊരു കഷ്ണം പീസ് സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കത്രിക സൈസിന് തന്നെ വെക്കുന്നുണ്ട്. എടുത്തിട്ടുണ്ട് ഗൈസ്. ഈ സൈഡൊക്കെ ഒന്ന് വീശി കൊടുക്കാം. എന്താ പറ്റണ രീതിയിൽ ഈ സൈഡൊക്കെ ആണ് ഇഷ്ടം കൂടുതൽ വീശേണ്ടി. അപ്പോൾ നമുക്കിത് മിൻസിയിട്ട് കാണാം. അതിന് മുമ്പ് ഇവിടെ ഒട്ടിക്കാണ്ട്. അപ്പോൾ അതൊന്ന് ഒട്ടിക്കാം. അപ്പോൾ അതൊന്ന് ഒട്ടിക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളെ സ്റ്റിക്ക് കൊണ്ട് ഒന്ന് കവറിങ് കൊടുക്കുന്നുണ്ട്. ഇതാട്ടാ ഗൈസ്, ഇങ്ങോട്ട് നോക്കൂ. ഇതാ ക്യാമറ വന്ന് കാണിച്ചു കൊടുക്കുക. ക്യാമറമാൻ പേര് ഞാൻ വിളിക്കാത്തത് ക്യാമറമാൻ്റെ ലാസ്റ്റ് പറയുന്ന പേരായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇതാക്കിയിട്ടുണ്ട്. സൈഡൊക്കെ കുറച്ചുകൊണ്ട് ഉരച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഈ ഉരക്കണേൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യാം. നമുക്ക് ഈ ഫ്ലെക്സ് ക്യൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ താരത്തിന് ആവശ്യമാണ്. ഈ താരത്തിന് നമ്മൾ നല്ല സൂക്ഷിച്ചെടുക്കണം. എടുത്തുകൊണ്ട് ഇവിടെ ഇട്ടിട്ട് കൊടുക്കുക. കാർഡ്ബോർഡ് ഒന്ന് കട്ടിയായി, ഈ സൈഡ് കട്ടി ആയിക്കോട്ടെ വെച്ചിട്ടാണ്. വേറെ ഒന്നും കൊണ്ടല്ല. പുക ശ്രദ്ധിച്ച് നിന്നാൽ ഇതിമന്ന് പുക പോകണതാണ്. നമ്മളെ സൈഡൊന്ന് പാളിയിട്ടുണ്ട്. നമുക്കൊരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് പരത്തി വെക്കാം. അതിന് ശേഷം അപ്പുറത്തും അതേപോലെ തന്നെ ചെയ്യണം. അതായത് സൈഡൊക്കെ ഒന്ന് നല്ല നമ്മളെ നാട്ടിലിപ്പോൾ പശക്ക് വില കൂടിയിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യണം ഈ പശ കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെയൊക്കെ വരുമ്പോൾ ഒന്ന് പരത്തി കൊടുക്കണം. ഈ പശക്ക് ഇപ്പോൾ ഏകദേശം റേറ്റ് 60 ഉറുപ്പ്യ. വലിയ വില ഒന്നുമല്ല. എങ്കിലും സാധനം നമ്മൾ നല്ല കൈ സാധനം കിട്ടിയാൽ നല്ല സാധനം വാങ്ങും. നല്ല കൈ കൊണ്ട് ഇതാക്കും. നമുക്ക് ഈ സൈഡ് ഒന്ന് അരച്ചെടുക്കാൻ പറ്റും. ആദ്യം ആ സൈഡാണ് അരക്കുന്നത്. ഇനി ഈ സൈഡ് നല്ല നരഞ്ഞ് കിട്ടിക്കോട്ടെ. ഈ സൈഡ് കുറച്ചൊക്കെ കൊണ്ട് ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഇത് മതി. അതേപോലെ ഈ സൈഡും ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇത് ഗൈസ് നമ്മൾ ഉരച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ ഈ ഗ്ലൂ കൊണ്ട് ഈ സൈഡൊന്ന് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഓട്ടമായി വരും.
നമ്മൾ ഒന്നുകൂടി ബാക്ക് കവർ ചെയ്യുക. അതാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കും. ബാക്ക് കവറിങ് എന്നാണ് പറയുക. അപ്പോൾ അതിന് എന്നുവെച്ചാൽ ചെയ്ത ഭാഗം ഒന്നും കൂടി പിന്നും ചെയ്യുക. അതാണ് നമ്മൾ ഈ കോൺക്രീറ്റ് സിമെൻ്റൊക്കെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ പലരും പറയുന്ന വാക്കാണ് ഒന്നും കൂടി ബാക്ക് കവർ ചെയ്യുന്നു. വീട് അങ്ങനെയുള്ളതൊക്കെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ പറയും. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് പറയും. അല്ലാതെ എനിക്ക് വലിയ വിദ്യാഭ്യാസം ഉണ്ടായിട്ടോ അങ്ങനെയൊന്നല്ല. അപ്പോൾ നമ്മൾ സെറ്റാക്കിയിട്ട് നമ്മളിത് അടിയത്തെ ഭാഗമാണ്. ഈ ഭാഗത്തൊന്ന് ഉറപ്പ് വരാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇവിടെ ഫ്ലഷ് ക്യൂക്ക് ഇങ്ങനെ അറ്റത്ത് മാത്രം ഇട്ട ഗൈസ് തേച്ച് ഇങ്ങനെ പിടിപ്പിച്ചെടുക്കുക. വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഊതി കൊടുക്കട്ടെ. പിന്നെ ഇതിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ശ്വസിക്കാൻ പാടില്ല. ശ്വസിച്ചാൽ ഒരു തരം ഇൻഫെക്ഷൻ ഉണ്ട്. ഏറ്റവും കൂടുതൽ മാസ്ക് കഴിക്കാൻ ശ്രദ്ധിക്കും. ഞാൻ അപ്പോൾ നോക്കണ്ട, നിങ്ങളെ കഴിച്ചാൽ ഓക്കെ. ഇവിടെ ചെയ്തിട്ടുണ്ട്. അടിയിൽ ഇതൊന്നും തേച്ചില്ലല്ലോ, എന്നാലും അതിന് ഒരു സുരക്ഷയ്ക്ക് നമ്മളെ രീതിയിൽ ഒന്ന് ചെയ്തെടുക്കുക. അപ്പം അതിന് ശേഷം നമ്മളെ ലോക്കറിൻ്റെ 80% പണിയും കഴിഞ്ഞിട്ട് ഇനിയും 20% പണിയുള്ളത്. അത് 20% ഡോറിൻ്റെ പണിയാണ്. ഡോറെന്ന് വെച്ചാൽ ഒരു ലോക്കറും ഡോറ് ഇങ്ങനെ ആവും. ഇങ്ങനെ മിക്കവാറും ലോക്കറിന് ഇങ്ങനെ ആവും ഡോറ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഒരു അടിപൊളി ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യണം. പിന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് നോക്കട്ടെ. നമ്മൾ സ്പീക്കറിൻ്റെ പണി എല്ലാവരും കഴിഞ്ഞ് വിചാരിച്ചിട്ടുണ്ടാവും. സ്പീക്കർ അടിപൊളിയായിട്ട് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അതൊന്ന് ക്യാമറ വാങ്ങാൻ കാണിച്ചു തരും. നമ്മളെ ഫ്ലഷ് ക്യൂക്ക് എടുത്തേക്കാണ്. ഫ്ലഷ് ക്യൂക്കിൻ്റെ ആവശ്യം കഴിഞ്ഞു. ഈ സൈഡ് ഇത് നോക്കൂ. ഈ സൈഡ് കറക്റ്റായിട്ട് നമ്മൾ ഒന്ന് മുറിക്കണേ ലൂസാവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആദ്യം ഒന്ന് മുറിച്ച് ഒന്നുകൂടി മുറിച്ചിട്ട് അപ്പോൾ നമുക്കിനി ഇത് മുറിക്കാം. ഇങ്ങനെ മുറിക്കണേ, കാരണം ആ ഒരു ഇത് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. കറക്റ്റായിട്ട് കിട്ടിയിട്ട് നമുക്കിതൊന്ന് വെച്ചോക്കാം. ഇതൊന്ന് വെച്ച് നോക്കിയപ്പോൾ നമുക്ക് വന്നത് ഇങ്ങനെയാണ് വന്നത്. അപ്പം ചെയ്യാൻ പോണത് സൈഡിലൊക്കെ ഗ്യാപ്പുണ്ട് ഗൈസ്. ഗ്യാപ്പുള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ, നമ്മൾ ലോക്കർ ഇങ്ങനെ തുറക്കാം. എന്ന് വെച്ചാൽ ഇങ്ങനെ അത് ചെയ്ത് കാണിച്ചു തരാം. അതിനടുത്ത് 2 ഐസ്ക്രീം സ്റ്റിക്കിൽ ഈ ടൈപ്പ് 2 അടുത്തുണ്ട്. ഇതാ ഒരെണ്ണം അടിയിലും വെക്കുന്നുണ്ട്. ഇത് ഒരെണ്ണം കൂടി വേണം. അപ്പോൾ ആ ഒരെണ്ണം എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ് ഒരെണ്ണം കൂടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒന്നും കൂടി ഷർട്ട് വെക്കുന്നുണ്ട്. ഒരെണ്ണം കൂടി കിട്ടി. ആ ഒരെണ്ണം ഫുള്ളായിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാൻ പോകാം. ഇങ്ങനെയാണ് ഒട്ടിക്കണത്. സൈഡ് എഫക്റ്റ് കാണിക്കണ രീതിയിൽ നമ്മളിതാ സൈഡ് എഫക്റ്റ് കാണിക്കണ രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചിക്കണം. ഒന്ന് നല്ലൊന്നും സെറ്റാക്കട്ടെ. ഇത് നമുക്ക് ഉണങ്ങി വരുന്ന വരെ വെയിറ്റ് ചെയ്യണം. അതേപോലെ അപ്പുറത്തും ഒന്ന് ഒട്ടിച്ചെടുക്കാം. പിന്നെ ഒരെണ്ണത്തിനും കൂടി ആവശ്യമുണ്ട്. നമ്മൾ 2 അപ്പോൾ ഈ പാത്രക്ക് എടുത്ത് ഇനി ഒരെണ്ണം കൂടി ആവശ്യമുണ്ട്. ഈ ഒരെണ്ണം നമുക്ക് അടിക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ആ അടിക്ക് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ചെയ്യണം.
അല്ലെങ്കിൽ ഗ്ലൂ അടി കെട്ടിയിട്ട് സാധനം തൊട്ടും പിന്നെ അതിൻ്റെ മേലാവും കറച്ചിലും പിരിച്ചിലും ഒക്കെ ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ ഓഫാക്കിയിടാം പ്ലീസ്. ഇത് കഴിയാനായിക്കണ്. അല്ല കയ്യും നല്ല സുഖം കിട്ടാം. ഇതിങ്ങനെ വെച്ചിട്ട് ഫുള്ളസ്റ്റ് കഴിഞ്ഞിരിക്കണ്. അപ്പോൾ നമ്മളെ സാധനം കറക്റ്റല്ലേ ലൂസല്ലേ എന്നൊക്കെ നോക്കണം. അപ്പോൾ ഇങ്ങനെ വെറുതെ വെച്ചെടുത്ത് ഞാൻ ഒന്നുകൂടി വെച്ചെടുക്കുന്നുണ്ട്. സൈഡിലാണ്ടല്ലോ ഇങ്ങോട്ടൊന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കുക ക്യാമറാമാനെ. നമ്മൾ സൂം ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സൂം ചെയ്തിട്ട് നാല് സൈഡ് ഇപ്പോൾ ആക്കി കൊടുത്തിട്ട് അപ്പത്തിന് നമുക്ക് നമ്മൾ ഈ ഭാഗത്ത് ഈ സാധനത്തിൽ ഒരു പണി ചെയ്യാണ്ട് നമ്മൾ ഈ ഐസ്ക്രീം സ്റ്റിക്കിൽ വേറെ ഐസ്ക്രീം സ്റ്റിക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പീസ് എടുക്കണം. അതൊന്ന് മുറിക്കുക. ഗൈസ് ഇത് മുറിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരു ചെത്തിയ ഭാഗം പോലെ വരുന്നുണ്ട്. അത് നമ്മൾ കത്തി കൊടുക്കുക. കത്തി കൊണ്ട് ചെത്തി കൊടുക്കുക. ഓക്കെ മനസ്സിലാവുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. ഗൈസ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നമ്മളെ ലോക്കറിൻ്റെ ഈ ഭാഗത്ത് ലോക്കറിൻ്റെ ഇതിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഒന്ന് ഗ്ലൂ തേച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. അതിൻ്റെ മേലെ കൂടെ ഇതൊന്ന് ഇങ്ങനെ തെച്ചെടുക്കുക. അപ്പം ഇനി ഗ്ലൂ ഗണ്ണിൻ്റെ പണി കഴിഞ്ഞിരിക്കണം. ഇനി ഗ്ലൂ ഗണ്ണിൻ്റെ ആവശ്യമില്ല. ഇത് ആയിട്ട് കാണാം. അതുവരെ ഉണട്ടെ. അപ്പം ഇനി ഉണങ്ങിയിട്ട് കാണാം. അപ്പോൾ ഗായ്സ് നമ്മുടെ ലോക്കർ കുട്ടപ്പം എന്താ നമ്മൾ ചെറിയൊരു നമ്മക്കുള്ള ബുദ്ധിയിൽ ഉണ്ടാക്കിയെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ചെറിയ പോരായ്മയൊക്കെ ഉണ്ടാവും. അതൊക്കെ നോക്കണം. അത് തിരിച്ചൊക്കെയുണ്ട്. ഇതാണ് സാധനം. നമ്മൾ തുറന്ന് കാണിച്ചില്ല. തുറന്നുകൊണ്ട് ലോക്കൊക്കെ ഇടുന്നത് നമ്മളെ ഒരു ഇതിനാണ് ഫാഷൻ വെച്ചാണ് എങ്കിലും നമ്മളൊന്ന് തുറന്ന് കാണിച്ചില്ല. ലോക്ക് തുറക്കണ പോലെ അപ്പോൾ നമുക്ക് ഈ ലോക്കറിന് ഒരു നമ്പർ എഴുതിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മളെ മാർക്കർ വേണം. മാർക്കർ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പുകയാണ് ഗൈസ്. മാർക്കർ ഒരു കാര്യമുണ്ട്. മാർക്കർ ഇതിനകത്താണ്. പറ്റിക്കാം നമുക്ക്. അപ്പം നമ്മൾ എഴുതണ 5 2 3 1 ഇതാട്ടെ നമ്മളെ ഇത് നമ്മളിതാ വെച്ചിട്ടുണ്ട് 5 2 3 1 ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോക്കുമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ചെയ്യുക. അപ്പോൾ ഇനി വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ക്യാമറമാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ്. അപ്പോൾ ഇനി വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ക്യാമറ ചാൻ മിസ്ഹബിനൊപ്പം ഇസ്മി മുഹമ്മദ് മിൻഹാസ് സ്കാനിങ് ഔട്ട്.